ഞാൻ കോൺഗ്രസ്സുകാരനുമാണ്. ആ ഇതിനെ കുറിച്ചെന്ന് വെച്ചാൽ ഇവിടെ LDF ജയിക്കും. പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ 23 വർഷം ഇവിടെ കോൺഗ്രസിൻ്റെ ഒരു MLA-യും മന്ത്രിയും ഒക്കെ ആയിട്ടിരുന്ന വ്യക്തി നാടിന് വേണ്ടി ഒരു കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഈ 6.5 വർഷം കൊണ്ട് ഈ നാടായി കാണാനൊക്കുന്നത് ഇപ്പം ജനീഷ് കുമാർ വന്നതുകൊണ്ട്. അതിനു മുമ്പ് ഒരു വികസനവും നടന്നിട്ടില്ല. ഇപ്പോൾ ഈ ഇടതുപക്ഷ സർക്കാർ വന്നതൊക്കെ പിന്നാണ് കേരളത്തിൽ മൊത്തത്തിലെ വികസനം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇടതുപക്ഷം ഇവിടെ ജയിക്കും. കോന്നി മണ്ഡലത്തിൽ എന്തൊക്കെ വികസനമാണ് വന്നിട്ടുള്ളത്? കോന്നി മണ്ഡലത്തിൽ വന്നിട്ടുള്ള വികസനം എന്ന് പറയുന്നത് ഈ റോഡ്, സ്കൂളുകൾ, ആശുപത്രികൾ, മെഡിക്കൽ കോളേജ്, KSRTCയുടെ ബസ് സ്റ്റാൻഡ്, ഇതെല്ലാം വന്നിട്ടുണ്ട്. സകല ഇതും വന്നിട്ടുണ്ട്. ആരോഗ്യ മേഖലകളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ? ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ആരോഗ്യ മേഖല ഇവിടുത്തെ താലൂക്ക് ആശുപത്രിയൊക്കെ ഇപ്പം പോയി നോക്കണം. പണ്ട് അവിടെ ഒരു മനുഷ്യൻ കയറാനൊക്കാത്ത സ്ഥിതിയായിരുന്നു. അതല്ല. നല്ല രീതിയിൽ ആൾക്കാർ പോകാനും വരാനും ചെന്നാൽ സകല മരുന്നുമുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഡോക്ടർമാരും ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കോന്നിയിൽ ഒരു മാറ്റം വരണമെന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? വികസനത്തിൽ ഇനിയും മാറ്റം, ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ തീരാനുണ്ട്. അതൊക്കെ തീർക്കണം. അതൊക്കെ നിലവിലുള്ള MLA തീർത്ത് മുന്നോട്ട് പോകുന്ന പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും 100%. ജനീഷ് കുമാർ വിജയിക്കാൻ തന്നെയാണ് പറയുന്നത്. 100% വിജയിക്കും. ജനീഷ് കുമാർ ജയിക്കാനുള്ള സാധ്യത ഇവിടെ ഉള്ളത്. അങ്ങനെ ഇവിടുത്തെ അന്തരീക്ഷം അങ്ങനെ. ആരോഗ്യ മേഖലയിലൊക്കെ മുന്നേറ്റം വന്നിട്ടുണ്ടോ? കുറേയൊക്കെ വന്നിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ. പക്ഷെ ഒരു കാര്യമുണ്ടെങ്കിൽ ഇപ്പം MLA MPO ഒന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഒരു ഓപ്പറേഷൻ തിയേറ്റർ വേണമെന്നുണ്ടെങ്കിൽ ലക്ഷം രൂപയുടെ മിഷനറി ഇറക്കിയെങ്കിൽ അവിടെ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാവും. അവിടെ എടുപിടണമെന്ന് ഇപ്പോൾ അവിടെ ഇവിടെ വ്യക്തികൾ പറയുന്ന, അല്ലെ പാർട്ടിക്കാർ പറയുന്നു പറഞ്ഞുകൊണ്ട് എളുപ്പം അവിടെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആവത്തില്ല. ഇതൊക്കെ ഗവൺമെൻറ് കാശൊക്കെ ഉണ്ടാക്കി അത് ചെറിയ ഒക്കത്തുള്ളൂ. എടുപിടണമെന്ന് ഇപ്പോൾ നാളെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഒക്കുന്ന കാര്യമല്ല. ഇനി ഒരു മാറ്റം വരണമെന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? ഒരു വികസനമായ അല്ല, ഇപ്പം മാറ്റം വന്നാലെ കൊണ്ട് ഒന്നുകൂടെ കടമാവത്തേ ഉള്ളൂ. മാറ്റം വരണ്ടേ? നാടിനൊരു മാറ്റം വരണ്ടേ? ഞാൻ പറഞ്ഞിട്ട് ഇവർ തന്നെ ഭരിക്കണം. ഞാൻ കോൺഗ്രസ്സുകാരനുമാണ്. ആണോ? ആ